എന്നോട് നേരത്തെ ഒരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു, ഒരാളൊരു കഥയൊക്കെ പറയാം, ഞെട്ടിക്കാം എന്നൊക്കെ. മറന്നുപോയാ? ഇല്ല, കഥ പറയാൻ ഞാൻ റെഡിയാണ്. കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? റെഡി റെഡി, ഞാൻ റെഡി. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയല്ല, ഒരു അനുഭവമാണ്. നമ്മളൊക്കെ ഡ്രാക്കുളയുടെ കഥ കേട്ടിട്ടുണ്ട്, കളിയങ്കാട്ട് നീലിയുടെ കഥ കേട്ടിട്ടുണ്ട്, ഭയപ്പെടുത്തുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ നടന്നിട്ടുള്ള അനുഭവങ്ങൾ കേട്ട് നിങ്ങൾ ആരെങ്കിലും പേടിച്ചിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, പേടിച്ചിട്ടുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകളാണെന്നുള്ളത് നമുക്കറിയാം. ഒരു സിനിമ കാണാൻ പോകുമ്പോൾ, ഒരു കോൺജറിങ്ങോ വേറെ ഏതെങ്കിലും സിനിമ കാണാൻ പോകുമ്പോൾ അത് അഭിനയിക്കുന്നതാണെന്നും അത് ഗ്രാഫിക്സ് ആണെന്നും നമുക്കറിയാം. പക്ഷെ റിയൽ ലൈഫിൽ അതേ ഫീലിംഗ് അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, പക്ഷെ പറയേണ്ട ഒരാളുണ്ട്. അയാൾ ഇവിടെ വരുമ്പോൾ നിങ്ങളത് വിശ്വസിക്കണം. അയാളൊന്ന് വെയിറ്റ് ചെയ്യാം. അന്ന് ഞാൻ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പാസഞ്ചറിൽ വരിക. എൻ്റെ മുമ്പിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത്. അയാളുടെ ശബ്ദം നമ്മൾ സ്ഥിരം കേൾക്കുന്ന ആളുകളുടെ ശബ്ദം പോലെ അല്ല. എന്തൊക്കെയോ കുറേ മാറ്റങ്ങളുണ്ട്. കുറച്ച് ഹസ്കിയാണ് ശബ്ദം. അപ്പോഴാണ് ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നത്. ഞാൻ അയാളെ കയ്യിലേക്ക് നോക്കി. അയാളുടെ വലത്തെ കയ്യിൽ തള്ളവിരലുണ്ടായിരുന്നില്ല. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലെത്തി. ഞാൻ അയാളോട് ചോദിച്ചു, ചേട്ടാ തള്ളവിരലിന് എന്താ പറ്റിയേ? അത് അയാൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, കാരണം കഥകളെന്നും എനിക്കൊരു വീക്ക്നെസ്സാണ്. അയാൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞ ഉത്തരം, ഞാനത് പറഞ്ഞ താൻ വിശ്വസിക്കില്ല എന്നായിരുന്നു. എന്തുകൊണ്ട് അയാൾ അങ്ങനെ ഒരു ഉത്തരം എന്നോട് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു പട്ടാമ്പി വരെ. ചേട്ടാ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണോ? എന്നോട് പറയൂ, എങ്ങനെയാണ് ചേട്ടൻ്റെ തള്ളവിരൽ നഷ്ടമായത്? അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നാടിനെ ഞാനിവിടെ പറയുന്നില്ല. കാലങ്ങൾക്ക് മുമ്പ് ആ നാട്ടിൽ ഒരു യക്ഷി ഉണ്ടായിരുന്നു. വിശ്വസിക്കുമോ പറഞ്ഞ? അങ്ങനെ ഒരു യക്ഷി ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ ചെലങ്കയുടെ ശബ്ദം കേട്ടാണ് അവർ ആ യക്ഷിയെ തിരിച്ചറിയുന്നത്. ആ യക്ഷി ഒരു ചങ്ങലയും വലിച്ച് ആ നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവായിരുന്നു. അപ്പം നിങ്ങൾ കാതോർത്താൽ നിങ്ങൾക്ക് കേൾക്കാം ആ ശബ്ദം. കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു കേട്ട ഒരു കഥയാണെങ്കിലും ഈ ചേട്ടൻ്റെ തലമുറയിലുള്ള ആളുകൾ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു യുക്തിവാദിയാണ്, ഞാനൊരു റാഷണലിസ്റ്റാണ്, എനിക്കിതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടി ആ യക്ഷിയെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാത്രി അവർ യക്ഷിയെ കാണാനായിട്ട് ചെന്നു. അന്നും അവർ കേട്ടു ആ ശബ്ദം, ചങ്ങല വലിച്ചു നടക്കുന്ന യക്ഷിയുടെ ശബ്ദം. ആ നാട്ടിൽ ഒരു വലിയ മൈതാനത്തിന് നടുക്ക് ഒരു കരിമ്പന ഉണ്ടായിരുന്നു. പൊതുവെ നമുക്കൊക്കെ അറിയാം, യക്ഷി കരിമ്പനയിലാണ് താമസിക്കുന്നത്. ആരൊക്കെയോ പറഞ്ഞു കേട്ട കഥകൾ മാത്രമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ കരിമ്പനയുടെ മേലെ കയറിയിട്ട് യക്ഷിയെ കാണാൻ അവർ 3 പേരും തീരുമാനിച്ചു. കരിമ്പനയോട് അടുക്കുന്നു. പക്ഷേ ഈ ചേട്ടനൊഴികെ ബാക്കി 2 പേർക്കും യക്ഷിയെ കാണാൻ പേടിയായി. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു, ശരി, നിങ്ങൾ താഴെ എനിക്ക് വേണ്ടി കാത്തു നിന്നാൽ മതി, ഞാൻ കരിമ്പനയുടെ മേലെ കയറി യക്ഷിയെ കാണാൻ പോവാണ്. അങ്ങനെ ആ 2 പേര് ധൈര്യത്തോടു കൂടി താഴെ നിന്നു. ഈ ചേട്ടൻ മെല്ലെ മെല്ലെ കരിമ്പനയുടെ മുകളിലേക്ക് കയറി. നല്ല നീളമുള്ള കരിമ്പനയാണ്. ഏകദേശം പകുതിയായപ്പോൾ താഴത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് ആൾ മെല്ലെ താഴത്തേക്ക് നോക്കിയപ്പോൾ ആൾ കാണുന്നത് ആളുടെ 2 സുഹൃത്തുക്കൾ പേടിച്ച് വിറച്ച് മുകളിലേക്ക് നോക്കുന്നൊരു കാഴ്ചയാണ്. ഒരാൾക്കും ആ ഒരു കാഴ്ച സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആള് നേരെ മുകളിലേക്ക് നോക്കി. അവിടെ ആള് കണ്ടത് തൊട്ട് മുമ്പിൽ കരിമ്പനയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന യക്ഷിയായിരുന്നു. ആ യക്ഷിയുടെ ശ്വാസം അയാൾക്ക് കേൾക്കാമായിരുന്നു.
അവിടെ നിന്ന് അലറി വിളിച്ചുകൊണ്ട് അയാൾ താഴേക്ക് വീണു. അയാളുടെ തള്ളവിരൽ കുത്തിയാണ് അയാൾ താഴെ വീണത്. അങ്ങനെയാണ് അയാളുടെ തള്ളവിരൽ അയാൾക്ക് നഷ്ടമായത്. ആ അലർച്ചയിൽ അയാളുടെ ശബ്ദവും പോയി. ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്തില്ല അയാൾ ഈ കഥ എൻ്റെ അടുത്ത് പറയാൻ. പക്ഷെ ഇന്നും ആ സംഭവം കഴിഞ്ഞിട്ടും ഏതാണ്ട് ഒരു 4 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും എൻ്റെ മനസ്സിൽ ഞാൻ കണ്ണടച്ചാൽ ആ കരിമ്പനയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന യക്ഷി എനിക്ക് കാണാൻ പറ്റും. പൊതുവെ പ്രേതം, ഭൂതം, യക്ഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഓജോ ബോർഡ്. എന്നാൽ അത് ഓജോ ബോർഡല്ല, അത് വീജ ബോർഡാണ്. ഓജോ എന്നല്ല അത് വായിക്കുക, വീജ. അതിൻ്റെ അർത്ഥം ഗുഡ് ലക്ക് എന്നാണ്, നല്ലത് വരട്ടെ. നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരാത്മാവിനെ ക്ഷണിച്ചു വരുത്തലാണ്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഒരാത്മാവിനെ ക്ഷണിച്ചു വരുത്തി. അവള് കർണാടകയിലെ ഒരു ടീച്ചറായിട്ട് ഇന്നും വർക്ക് ചെയ്യുന്നു. ആളുടെ കൂടെ ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്ന ഒരു ടീച്ചറും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാം. അവർ കർണാടകയിലൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ആ ഹോസ്റ്റലിനൊരു പ്രത്യേകത ഉണ്ട്. ആ ഹോസ്റ്റലിൻ്റെ പിന്നിലുള്ള മുറികളിലെ ജനവാതിലുകളൊന്നും തുറക്കാറില്ല, തുറക്കാൻ പാടില്ല. അത് അലിഖിതമായിട്ടുള്ളൊരു നിയമമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ മുറിയിലേക്ക് താമസിക്കാൻ വേണ്ടി ചെന്നപ്പോൾ വാർഡൻ പറഞ്ഞു, താമസിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ വന്നോളൂ, പക്ഷേ നിങ്ങളുടെ മുറിയുടെ പിന്നിലെ ജനവാതിൽ മാത്രം തുറക്കാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അവർ അന്വേഷിച്ചില്ല. പക്ഷേ അടുത്ത ദിവസം സ്കൂളിൽ നിന്നും ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലായി ആ ഹോസ്റ്റലിൻ്റെ പിന്നിൽ ഒരു ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിൽ നിന്നും ശവം കത്തിക്കുന്നതിൻ്റെ പുക മുറിയിലേക്ക് കടക്കാതിരിക്കാനായിരിക്കണം വാർഡൻ എന്നെ പറഞ്ഞിട്ടുണ്ടാവുക. അതൊരു സാധാരണ ശ്മശാനമല്ല, അനാഥരായിട്ടുള്ള പ്രേതങ്ങൾ ദഹിപ്പിക്കുന്ന സ്ഥലമാണ്. പ്രേതം എന്ന് പറഞ്ഞാൽ ശവശരീരം. അങ്ങനെ അവർക്ക് ചെറിയൊരു ഭയം തോന്നും. ഒരു ദിവസം അവർ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു ജനവാതിൽ, അവരുടെ മുറിയുടെ പിന്നിലുള്ള ജനവാതിൽ മെല്ലെ ഇളകി തുറന്നു തുടങ്ങിയിട്ടുണ്ട്. അത് തുരുമ്പിച്ചിട്ടാണ് തുറന്നത്. അങ്ങനെ അതിലൂടെ അവർ നോക്കിയപ്പോൾ അവർ കണ്ടത് ആ മുറിയുടെ പിന്നിലായിട്ടുള്ള ശ്മശാനത്തിൽ ഒരു ക്രമേഷം നടക്കുകയാണ്. ഒരു ചെറിയ പെൺകുട്ടിയുടെ ശവശരീരം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. സ്വാഭാവികമായിട്ട് അവർക്കറിയാം ആരോരും ഇല്ലാത്തവരുടെ ശരീരമാണ് അവിടെ ദഹിപ്പിക്കുന്നതെന്ന്. അതിൽ നമ്മുടെ മലയാളി ടീച്ചർക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നി, ആരാണ് ഈ മരിച്ചതെന്നൊന്ന് അറിയണം. അങ്ങനെ അതേക്കുറിച്ച് അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷേ അവർ ശ്മശാനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ആരും കണ്ടില്ല. എന്നാലും ആരെയാണ് അവിടെ ദഹിപ്പിച്ചത്, ആ പെൺകുട്ടി ആരാണ്, അവൾക്ക് എന്താണ് സംഭവിച്ചത്, അതൊന്നറിയാൻ അവർക്ക് താല്പര്യം തോന്നി. അങ്ങനെ അവർ തീരുമാനിച്ചു, വീജ ബോർഡിലൂടെ അവളുടെ ആത്മാവിനെ ക്ഷണിക്കാം. ആ ആത്മാവിന് പറയാനുണ്ടാവും ഒരു കഥ. അങ്ങനെ അവർ വീജ ബോർഡ് കളിക്കാൻ തീരുമാനിച്ചു. വീജ ബോർഡ് സെറ്റ് ചെയ്തു. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ആ ഗ്ലാസ്സിന് ചെറിയൊരു അനക്കം. അതില് ആ ടീച്ചർ ചോദിച്ചു, ആർ യു ഹിയർ, ആർ യു ഹിയർ? പ്രത്യേകിച്ച് അനക്കമൊന്നും ഉണ്ടായില്ല. അവർ വീണ്ടും ചോദിച്ചു ആ ഗ്ലാസ്സിനോട്. അപ്പൊ അവർ കേട്ടത് അവരുടെ ആ ചെറിയ റൂമിന്റെ വാതിലിൽ ഒരു മുട്ടലാണ്. ആരോ ഒരാൾ വന്ന് മുട്ടിയതായിരിക്കാം, വാർഡനായിരിക്കാം. പക്ഷെ അവർ വാതിൽ തുറന്നു നോക്കി, ആരും ഉണ്ടായിരുന്നില്ല. വാതിലടച്ചു. വീണ്ടും വീജ ബോർഡിന് മുമ്പിലിരുന്നു, ആർ യു ഹിയർ? പിന്നെ അവർ കണ്ടത് ആ ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ചതുപോലെ അവിടെ നിന്ന് തെറിച്ചു പോണൊരു കാഴ്ചയാണ്. അവരാകെ ഭയന്നുപോയി, ഉറക്കെ നിലവിളിച്ചു. ആ ചെറിയ വെളിച്ചത്തിൽ അവർ കണ്ടു
അവർ നിലത്തിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ആ കട്ടിലിന് മുകളിൽ ആ പെൺകുട്ടി ഇരിക്കുന്നതായിട്ട്. അത് കണ്ടു ഭയന്ന ആ മുറിയിൽ നിന്ന് അവർ ഇറങ്ങി ഓടി വാർഡൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളത് പോലും ആ വാർഡൻ ആക്സെപ്റ്റ് ചെയ്തില്ല. മറ്റൊരു മുറി അവർക്ക് തുറന്നു കൊടുത്തതുമില്ല. അന്ന് രാത്രി എങ്ങനെയൊക്കെയോ അവരവിടെ ഉറങ്ങി തീർത്തു. പിറ്റേന്ന് രാവിലെ ആന്ധ്രക്കാരി ടീച്ചർക്ക് നല്ല പനി. മലയാള ടീച്ചർ പറഞ്ഞു, നീ ഇവിടെ കിടന്നോ, ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. അങ്ങനെ വൈകുന്നേരം വന്നു. ടീച്ചർ ഏകദേശം ഓക്കെ ആയി. അവർ രണ്ടുപേരും അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് ആ വീട്ടിലിരുന്നു, ആ മുറിയിലിരുന്നു. രാത്രിയായി. മലയാളി ടീച്ചറുടെ കട്ടിന് താഴെ ചെറിയൊരു അനക്കം. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ മെല്ലെ കട്ടിന് താഴേക്ക് നോക്കി. അവിടെ അവർ കണ്ട കാഴ്ച എന്താണെന്നറിയോ? മുഖത്ത് മുഴുവൻ ചോരയായിട്ട് നിൽക്കുന്ന ആന്ധ്രക്കാരി ടീച്ചറെയാണ്. അവരുടെ കയ്യിൽ ഒരു എലി ഉണ്ടായിരുന്നു. ആ എലിക്ക് തല ഉണ്ടായിരുന്നില്ല. ആ തല അവർ കടിച്ചെടുത്തതായിരുന്നു. ഇതൊരു സിനിമാറ്റിക് ആയിട്ടുള്ളൊരു കഥയല്ല, ഒരാൾ നേരിട്ട് കണ്ട കാഴ്ചയാണ്. എന്തിനാണ് അവരത് ചെയ്തത് എന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ വിശദീകരണമുണ്ട്. പ്രേതത്തിനൊരിക്കലും ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരാളുടെ ഉള്ളിലെ ആനിമൽ ക്രൂവൽറ്റി സിൻഡ്രോമിനെ വിശദീകരിക്കാൻ സാധിക്കും. ആ ടീച്ചർക്ക് കാലങ്ങൾക്ക് മുമ്പ് മുതൽ അങ്ങനെ ഒരു അസുഖമുണ്ട്. എന്താണ് ഈ ആനിമൽ ക്രൂവൽറ്റി സിൻഡ്രോം? ഞാനൊരു മൃഗത്തിനെ ആക്രമിച്ചാൽ അതിനെ സ്നേഹിക്കുന്ന ആളുകളുടെ മുഖഭാവം കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം, സൂസാഡിസം എന്നൊക്കെ നമ്മൾ പറയും. ഞാനൊരു മൃഗത്തിനെ ഉപദ്രവിക്കുമ്പോൾ മറ്റൊരാളത് കാണുമ്പം കണ്ണുപൊത്തുന്നത് കാണുന്നത് എനിക്കൊരു സന്തോഷമായിരിക്കും. ആ അവസ്ഥയാണ് സൂസാഡിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൃഗത്തിനെ ഉപദ്രവിക്കുന്ന അവസ്ഥ. ഇത് ചെറുപ്പം മുതലേ ആ ടീച്ചർക്ക് ഉണ്ടായിരുന്നു. കാരണമില്ലാതെ മരിച്ചുപോയ ഒരു പോമറേനിയൻ നായ ആ ടീച്ചറുടെ വീട്ടിലുണ്ടായിരുന്നു. അത് ആ ടീച്ചർ തന്നെ കൊന്നതാണെന്നുള്ളത് അതിൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലായിട്ടും മകൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് മകളോട് തുറന്നു പറയാത്ത അച്ഛനമ്മമാർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, കട്ടിനടിയിൽ ആ എലിയനെ കടിച്ചു തിന്ന ടീച്ചറുടെ അസുഖത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കട്ടിന് മുകളിൽ വന്ന പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല? ഇഡിയോമോട്ടോർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. മനുഷ്യൻ്റെ മനസ്സറിയാതെ, മനുഷ്യൻ്റെ തലച്ചോററിയാതെ മനുഷ്യൻ തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങൾ. അതിനെയാണ് വീജാ ബോർഡിലൂടെ നമ്മൾ അനക്കിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ്സിനെ നമ്മൾ പ്രേതം എന്ന് വിളിക്കുന്നത്. നമ്മൾ തന്നെ ചെയ്യുന്നൊരു വിഷയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രേതം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസഞ്ചറിൽ കണ്ട ചേട്ടൻ പറഞ്ഞ കഥയോ? ആ ചേട്ടൻ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. ഇനി ആ ചേട്ടൻ വേറെ എന്തിനെങ്കിലും കണ്ട് ഭയന്ന് വീണാലും ആ ചേട്ടൻ്റെ തള്ളവിരലൂടെയും ആ ചേട്ടൻ്റെ ശബ്ദവും പോവും. പക്ഷേ താഴെ നിന്ന ആളുകൾ ഭയന്ന് എന്തിനാന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഉത്തരം ഉണ്ടാവില്ല. നന്നായി പ്രസന്റ് ചെയ്തു, പറയാതെ വയ്യ. വസയ്ക്കൊന്നും മിണ്ടാൻ പറ്റാതിരിക്കും കേട്ടോ. കാരണം ഇതിന് ചെയ്തിരിക്കുന്ന ഒരു ബാക്ക്ഡ്രോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ആംബിയൻസും ആ ഒരു മ്യൂസിക്കും, അവിടെ ആ ചെയറിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ജുബയൊക്കെ ഇട്ടിരുന്നിട്ട് അത് പറയുന്ന ഒരു രീതി, ചില കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സീരിയസ്നെസ്, ചില കാര്യങ്ങൾ വളരെ പ്ലെയിൻ ആയിട്ട് അയാൾ യാത്ര ചെയ്യായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്ലെയിനായി പറയുകയും, എന്നാൽ ചില കാര്യങ്ങൾക്ക് ഒരു 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 എക്സ്ട്രാ ഒരു ഭീതിയൊക്കെ വരുന്ന രീതിയിലുള്ളൊരു സ്ട്രെസ് ചെയ്തുള്ള പറച്ചിലും കാര്യങ്ങളും നമ്മുടെ ഇമാജിനേഷനിലേക്ക് അതെല്ലാം വന്നു. അപ്പോൾ വെരി വെൽ പ്രസന്റഡ് എന്ന് പറയാം. അപ്പോൾ ചേട്ടന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബേപ്പൂർ സുൽത്താൻ എഴുതുന്നതായിരിക്കും, ശ്യാം എഴുതുന്നതായിരിക്കും അത്? അല്ല, ഞാൻ എൻ്റെ ഫാമിലിനെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അതിൻ്റെ ഒരു കാരണം അതാണ്. എൻ്റെ വൈഫിന് അറിയാം എന്നിൽ പരകായ പ്രവേശം നടക്കുന്നത് എപ്പോഴാണെന്ന്. അപ്പം നിങ്ങൾ ഈ കഥ കേട്ടില്ലേ? ഇതുപോലെ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 20 കഥയോളം ഞാൻ വായിക്കുന്നുമുണ്ട്, ഞാൻ കേൾക്കുന്നുമുണ്ട്. അത്രയും കേട്ടിട്ടും ഒരു നോർമൽ മനുഷ്യനായിട്ട് ഇവരുടെ ഇടയിൽ ജീവിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ എടുത്തിട്ട്, അതായത് നിങ്ങളിലേക്ക് ഇമോഷണലി എത്തിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എടുത്തിട്ടാണ് ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ആ സ്ക്രിപ്റ്റ് ചെയ്യുന്ന 3 ദിവസം, ഒരാഴ്ചയിൽ 3 ദിവസം അതിനുവേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ്. ആ 3 ദിവസത്തിൽ എൻ്റെ മകൻ്റെ കാര്യം, എൻ്റെ വീട്ടിലേക്കുള്ള റേഷൻ പീടിക എന്ന സാധനം വാങ്ങുന്നത് വരെ എൻ്റെ വൈഫാണ് ചെയ്യുന്നത്. അവളൊരിക്കലും എന്നെ
ബുദ്ധിമുട്ടിക്കാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ആ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി എത്രയോ പേര് കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഞാനൊരു സ്റ്റുഡിയോയിൽ, എൻ്റെ വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ട്. സ്റ്റുഡിയോയിൽ അടച്ചിരുന്ന് ഞാൻ എഴുതും, ഷൂട്ട് ചെയ്യും, എഡിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും. വേറൊരു സപ്പോർട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അവരാണ്. എൻ്റെ അച്ഛനും അമ്മയായാലും മിണ്ടാതിരിക്കും ആ സമയത്ത്, ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ചെറിയ വീടായതുകൊണ്ട് തന്നെ സൗണ്ട് പ്രൂഫ് അല്ല. സോ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്നതാണ് ഓരോ വിഷയങ്ങളും. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മാനസികമായിട്ട് വലിയ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് നേരം ഈ കഥ കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മൂഡേ മാറിയില്ലേ? അപ്പൊ ഇത് തന്നെ ജീവിതമാക്കിയ ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണ്. കൊള്ളാം.